ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ വരട്ടിയതിൻ്റെ റെസിപ്പിയാണ്. ആദ്യം തന്നെ ചിക്കൻ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല ചേർത്ത് മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ 4 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു തക്കാളി, കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, കുറച്ച് തേങ്ങാക്കൊത്ത്. ഇതുകൂടാണ്ട് കുറച്ച് പെരിഞ്ചീരകവും കുരുമുളകും വെളിച്ചെണ്ണയുമാണ് ആവശ്യം. ചിക്കൻ ആദ്യം തന്നെ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആദ്യം പെരിഞ്ചീരകവും കുരുമുളകും ചതച്ചെടുക്കണം. ചതച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. വല്ലാതെ അരഞ്ഞു പോകണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാവും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കടുക് താളിക്കാം. കടുകും കൊല്ലമുളകും കറിവേപ്പിലയും ചേർത്ത് ആദ്യം ഒന്ന് താളിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം മിക്സിയിൽ ചതച്ച് വെച്ചിട്ടുള്ള സാധനങ്ങൾ ചേർത്തിട്ടൊന്ന് ഇളക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് തേങ്ങാക്കൊത്തും സവാളയും കൂടി ചേർത്ത് ഇളക്കാം. ഇനി സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പച്ചമുളകും കൂടി ചേർത്തിട്ട് വഴറ്റാം. സവാള വഴന്ന് നിറം മാറി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് വഴറ്റിയതിന് ശേഷം മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. ഉള്ളി നന്നായി വഴന്നു വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ മല്ലിപ്പൊടിയാണിപ്പോൾ ചേർത്തിട്ടുള്ളത്. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ചേർക്കുകയാണ്. ആദ്യം വളരെ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്കൊരു തക്കാളിയും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റാം. തക്കാളി നന്നായി ഉടഞ്ഞു ചേരുമ്പോൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ചിക്കൻ നന്നായിട്ട് ഈ മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം, ഞാൻ മസാല പുരട്ടി വെച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്, അതും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. 5 മിനിറ്റ് ശേഷം ഒന്ന് മൂടി തുറന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ നേരം അടച്ചിട്ട് തന്നെ വേവിക്കാം. ചിക്കൻ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില ചേർക്കാം. ഈ സമയത്ത് മുളകോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 5 മിനിറ്റും കൂടെ മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് അടപ്പെടുത്ത് മാറ്റാം. ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇനി തുറന്ന് വെച്ച് തന്നെ കുറച്ച് സമയം കൂടെ നമുക്ക് വഴറ്റാം. ഇപ്പോൾ ചിക്കൻ അത്യാവശ്യം സെമി ഗ്രേവി ഫോമിലാണ് ഉള്ളത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെയോ കൂടെ കഴിക്കാനാണെങ്കിൽ ഈ പാകം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പക്ഷേ കുറച്ചും കൂടി ഡ്രൈ പ്രിപ്പറേഷനാണ് ഉദ്ദേശിക്കണേ. അതുകൊണ്ട് കുറച്ച് നേരം കൂടെ തുറന്ന് വെച്ച് കുറച്ച് മല്ലിയിലെല്ലാം ചേർത്തിട്ട് തുറന്നിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ഫ്രൈ ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ നമുക്ക് കിട്ടുന്നതാണ്. ഗ്രേവി കുറച്ച് വറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് വെക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.